ഈ പുഷ്പ 2വുമായി ബന്ധപ്പെട്ട ഒരു മരണം സംഭവിച്ചല്ലോ, അതിൽ അല്ലു അർജുൻ്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. തെലുങ്ക് ചലച്ചിത്രകാരൻ അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഇടക്കാല ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചിതനായത്. താരത്തിനെ അറസ്റ്റ് ചെയ്തത് ഈ പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒരു സ്ത്രീ മരിച്ച സംഭവത്തിലാണ്. ഐസൺ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. ഈ ജാമ്യം എന്തൊക്കെ ഉപാധികളിന്മേലാണ്? തീർച്ചയായും വീണ, ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നലെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഇന്നലെ രാത്രി വൈകി നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിന്റെ ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് ശേഷം ഉടൻ തന്നെ അല്ലു അർജുന്റെ മോചനം സാധ്യമാവുകയും ചെയ്തില്ല. ഇന്ന് രാവിലെയാണ്, അല്പസമയം മുമ്പാണ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് അല്ലു അർജുന്റെ മോചനം സാധ്യമായത്. അല്ലു അർജുൻ ജയിൽ മോചിതനായത് എന്ന വിവരമാണ് ഏറ്റവും പുതിയതായി ഇക്കാര്യത്തിൽ നൽകാനുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇടക്കാല ജാമ്യത്തിൽ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഹൈക്കോടതി എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു വിഷയം. ഇടക്കാല ജാമ്യം നൽകുന്നതിന് മുമ്പ് വാദം കേൾക്കുന്നതിനിടെ ഹൈക്കോടതി ചോദിച്ചത് ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അല്ലു അർജുനെതിരെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു. ഇതിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടത് അല്ലു അർജുൻ മാത്രമാണോ, അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ചില സാഹചര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായി ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ നടപടി ഉണ്ടായത്. ഇന്നലെ രാവിലെ അല്ലു അർജുനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന് ശേഷം റിമാൻഡ് ചെയ്യുകയായിരുന്നു കോടതി. റിമാൻഡ് ചെയ്തതിന് ശേഷമാണ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് നേരത്തെ അല്ലു അർജുൻ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തത്. അറസ്റ്റ് നടന്നതിനെ തുടർന്ന് ഹൈക്കോടതി ജാമ്യത്തിനായുള്ള വിവരങ്ങൾ, വ്യവസ്ഥകളാണ് പരിശോധിച്ചത്. എങ്കിൽ കൂടി ഇത്തരത്തിൽ ഈ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ അറിയിച്ചുകൊണ്ട് തന്നെയാണ് നടപടികളിലേക്ക് നീങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അദ്ദേഹം മോചിതനാവുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, ഡിസംബർ 4-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പുഷ്പ 2വിന്റെ പ്രീ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഷോയ്ക്ക് എത്തിയ ജനങ്ങൾ തിക്കും തിരക്കിലും പെട്ട് ഒരു 39-കാരി കൊല്ലപ്പെടുകയായിരുന്നു. ഈ മരണത്തിന് കാരണം അല്ലു അർജുന്റെ ബൗൺസർമാരുണ്ടാക്കിയ തിക്കും തിരക്കുമാണ് എന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ അല്ലു അർജുനെതിരായ ആരോപണങ്ങൾ കൃത്യമായി നിലനിൽക്കുമോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങളും ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇന്ന് രാവിലെ അദ്ദേഹം ജയിൽ മോചിതനായി എന്ന വിവരമാണ് ജയിൽ മോചിതനായി. അല്ലു ആരാധകർക്ക് ഒരു ആശ്വാസമാണ് അല്ലേ? പക്ഷെ ആ സിനിമ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിക്കുന്ന സംഭവം അത് നമുക്ക് സഹിക്കാനും കഴിയില്ല.